ഹലോ എന്താണ് ഞാൻ കുറച്ച് സംസാരിക്കാനാണ് വന്നത്. പറയൂ പറഞ്ഞു ഓൾറെഡി എനിക്ക് അങ്ങനെ അഭിഷേകയുടെ സംസാരിച്ചിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു, എനിക്ക് കണ്ട് എനിക്കൊരു സോറി പറയണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ എങ്കിലും അഭിഷേകിനെ വിളിച്ചിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞോ നീ? അതിപ്പോ ഇവിടെ നേരെ പോയി എടുക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പം ഈ സിജോയുമായാണെങ്കിലും സായി ആയാലും എപ്പോഴും ഡിസ്കഷൻ വരുന്നത് ഇതിനെ കുറിച്ച് മാത്രമാകുമ്പം ഒരു ഗെയിമിനുപരി അത് കുറച്ചും കൂടി ഒരു ചാരിറ്റിയിലോട്ട് പോയ പോലെ ഒരു ഫീൽ. അതെ അതെ. നന്ദന ആക്ച്വലി നന്ദന എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നന്ദന അതിനകത്ത് നിന്നിട്ടുള്ളത്. നന്ദന ഭയങ്കര റിയൽ ആണ്. അവര് ഫുൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവർ നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു. എന്റെ മാലയാണ് ഞാൻ ആദ്യം മാലിട്ടത് ഞാനാണ്. എന്നിട്ട് ജാസ്മിൻ ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയി. അന്ന് ഞാൻ സംസാരിച്ചു. പിറ്റത്തെ ടാസ്കൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഞാൻ അങ്ങനെ പറഞ്ഞു, ആരും എന്നെ പഠിപ്പിക്കാൻ വേണ്ട, എനിക്ക് ടാസ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയാം. കണ്ടന്റ് കൊടുക്കുന്നതിൽ വെച്ച് അർജുൻ കുറവാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ നോക്കുമ്പോൾ നല്ല വോട്ട്സും നല്ല സപ്പോർട്ടും വോട്ടിങ്ങും കൂടെ. അതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യമില്ല, ഞാൻ എന്റെ ഉള്ളിലത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അർജുൻ ചേട്ടനാണെങ്കിൽ അർജുൻ ചേട്ടനോട് മാത്രം കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വരും. പക്ഷെ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു സ്പേസ്, ആൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് കഴിഞ്ഞാൽ ആള് ആരോടത്തും എടുത്തടിച്ച് പറയുന്നില്ല. ആളുടെ ക്യാരക്ടർ ആവും അത് ചിലപ്പോ. പക്ഷെ ആളൊരു ഇങ്ങനെ സേഫ് ഗെയിം കളിക്കണ പോലെ എനിക്ക് തോന്നി. അഭിഷേകൻ അവിടെ കണ്ട പോലെ അല്ലായിരുന്നു, പുറത്ത് കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നന്ദന. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഇത്ര നേരം ഹോട്ട് സീറ്റിൽ ഇരുന്നായിരുന്നേ നന്ദന അല്ലെ? അതെ. അത്രയും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലേക്ക് മറുപടി പറയുന്നുണ്ട് അല്ലെ? ചിരിയിലുണ്ടെങ്കിലും എവിടെയൊക്കെയാ അത്രയും രീതിയിലേക്ക് മറുപടികൾ കുറിക്കൊള്ളുന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊന്ന് ഈ ഒരു മൊമെന്റ് കുറെ കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ഒരു ചെയർ കൂടി ഇട്ടേട്ടെ ഇവിടെ, ഒരാൾക്ക് കൂടി ഈ ഒരു മൊമെന്റില് ഷെയർ ചെയ്യാൻ ഒരു ചെയർ കൂടി ഇട്ടേട്ടെ. എന്തായാലും ചെയർ ഉള്ളതല്ലേ, അപ്പൊ എന്തായാലും മറുപടികൾ കുറെ കൂടെ ആവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ? ഇട്ടേരട്ടെ, കുറച്ച് നിങ്ങളുടെ നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് കൂടെ കുറച്ച് സ്പേസ് കൊടുക്കാം. സീരിയസ്ലി അങ്ങനെ ഒരാള് ഇരട്ടെ ഇട്ടു, എന്തായാലും ഇട്ടു. ആരെ കൊണ്ടുവരണം ഒന്ന് ഗസ് ചെയ്തേ, ആരായിരിക്കും? ഇപ്പൊ ഇവിടെ ഉള്ളത് സായി ചേട്ടനാവുമല്ലോ. ഉറപ്പാണോ? അത് സെന്റർ മനസ്സിൽ പറയുന്നു. ഇത്ര വന്നിറങ്ങിയപ്പോ മുതൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുള്ളതും സായി ചേട്ടനായിട്ടാണ്. പക്ഷെ എപ്പോഴും സായി ചേട്ടൻ അതല്ലെങ്കിൽ ഇപ്പൊ അത് ഇറങ്ങിയോണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് കൂടെ ഒരാൾ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ആണോ? ഉറപ്പാ? ഹലോ എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ കണ്ടു, മറ്റൊരു വീഡിയോ കണ്ടു, അതിലും ക്വസ്റ്റ്യൻ ഇതാണ്. അതാരായിരുന്നു? സർപ്രൈസ് ആയിരുന്നു തൊട്ട വീടിന്റെ 10 മിനിറ്റ് ഗ്യാപ്പിലുള്ള ആളെ കാണാതെ എറണാകുളത്ത് വരെ പോയി. ഇവിടെ ഉണ്ടായിട്ട് അല്ലെ കാണാതിരിക്കായിരുന്നു. അതെ, ഞാൻ കുറച്ച് സംസാരിക്കാനാണ് വന്നത്. പറയൂ വെളി കിട്ടുന്നേക്കാളും വലിയ ഞെട്ടലായിരുന്നു നന്ദന ഫേസിൽ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഞാൻ എവിടെയെങ്കിലും വൈൽഡ് ഗസ്റ്റിലെങ്കിലും എവിടെയെങ്കിലും അഭിഷേകിന്റെ പേര് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അഭിഷേക് ചേട്ടന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങള് തല്ലിടും എന്നാലും സംസാരിക്കാനുള്ള ഒരാളായിരുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ ആണ്. ഈ കണ്ട സീനിൽ ഏറ്റവും കൂടുതൽ കണ്ടതില് നിങ്ങളുടെ ഫൈറ്റ് സീനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലെ? ഓൾറെഡി ചോദിക്കുകയും ചെയ്തു അഭിഷേകനായിട്ടുള്ള സംസാരങ്ങളും രീതികളും എവിടെയെങ്കിലും ഒക്കെ. അപ്പോ നന്ദന പറഞ്ഞു ഓൾറെഡി എനിക്ക് അങ്ങനെ അഭിഷേകയുടെ സംസാരിച്ചിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു, എനിക്ക് കണ്ട് എനിക്കൊരു സോറി പറയണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ എങ്കിലും അഭിഷേകിനെ വിളിച്ചിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞോ നീ? ഇപ്പോഴും അതിൽ ആ സ്റ്റാൻഡിൽ തന്നെ അല്ലെ? വീട്ടുകാരെ പറഞ്ഞ അങ്ങനെ ചേട്ടനോട് മൊത്തം പറഞ്ഞിട്ടില്ലേ? വീട്ടുകാരെ പറഞ്ഞത് അഭിഷേകൻ എങ്ങനെ ഫീൽ ചെയ്തു? കാരണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിൽ പിന്നീട് കുറെ കട്ട് വീഡിയോസ് ആയിട്ട് അല്ലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കണ്ട വീഡിയോ കൂടിയായിരുന്നു നിങ്ങളുടെ അത്. ആ ഫൈറ്റ് എങ്ങനെ കയ്യിൽ നിന്ന് പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പം അത് ആൾക്കാർ എടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു ഫൈറ്റ് ആയിട്ടല്ല. ഇത് ഒരു സിബ്ലിങ്സ് ബോണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പം ഷോർട്സ് ഇറങ്ങുവാണെങ്കിലും ഒരു സിബ്ലിങ്സിന്റെ ബോണ്ടാണ്, നല്ല വൈബാണെന്നുള്ള എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടേ. പിന്നെ
അതൊക്കെയല്ലേ ഒരു ഗെയിം അല്ലേ, അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റ് അതൊന്നുമില്ല. എവിടെ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് അവിടെ സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലേ, അറിയാത്ത വ്യക്തികളാണ്, സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. എവിടേക്കും നമ്മൾ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ചില സാഹചര്യങ്ങൾ നമ്മൾ ആ പിടിച്ചു വെച്ച സാധനം ആ മാസ്ക് ഒക്കെ അങ്ങ് മാറിപ്പോവും, അങ്ങനെ തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി അത് എന്തായാലും മാറിപ്പോവും. നമ്മൾ കൺട്രോൾ ചെയ്ത് ഇപ്പം അതിനകത്ത് ഒരു 5 ദിവസം ഒരു 10 ദിവസം നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷെ സിറ്റുവേഷൻസ് വരുമ്പോ എന്തായാലും നമ്മുടെ ഉള്ളിൽ ആരാണെന്നുള്ളത് ഉറപ്പായിട്ടും വരും അല്ലേ. സോ എങ്ങനെ പുറത്തു വന്നിട്ടും അകത്തും കണ്ട രീതിയിലേക്ക് ഇപ്പൊ നന്ദന ഒപ്പമുണ്ട്, അതിനകത്തും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. എങ്ങനെ നന്ദന ആക്ച്വലി നന്ദന എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നന്ദന അതിനകത്ത് നിന്നിട്ടുള്ളത്. നന്ദന ഭയങ്കര റിയൽ ആണ്. പക്ഷേ ഇത് സർപ്രൈസ് ചുമ്മാട്ടതാണോ, അത് ഓൾറെഡി പഠിപ്പിച്ചോടത്ത പോലെ പറയുന്നുണ്ടല്ലോ. അല്ല, നന്ദനെ എനിക്ക് അറിയാം ഓൾറെഡി. ബിഗ് ബോസിന് മുന്നേ നന്ദനെ അറിയാം. ഇൻ ദ സെൻസ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, പക്ഷെ നന്ദന ആരാണ്, നന്ദനയുടെ അമ്മേനെ അറിയാം, എല്ലാം നന്ദനെ കുറിച്ച് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ നന്ദനെ കുറിച്ച് നല്ലോണം സംസാരിക്കാൻ, നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഒരു വായാടി ടൈപ്പ് ആളാണെന്ന് അത് തന്നെയാണ് അല്ലേ. അങ്ങനെയാണ്. അപ്പൊ അത് ബിഗ് ബോസിൽ അവൾ അങ്ങനെ തന്നെയാ നിന്നേ. അവള് തുടക്കത്തിൽ എനിക്ക് ആക്ച്വലി നന്ദനയുടെ ഇഷ്ടമായിരുന്നില്ല, ഗെയിം നന്ദനയുടെ ഇഷ്ടമായിരുന്നില്ല. മിഡിൽ വെച്ച് വളരെ അധികം ഇഷ്ടമായി. ഇപ്പൊ ശ്വേത വന്ന് വീക്കായാലും ആ ഒരു നിനക്കൊരു ലിപ്സ്റ്റിക് ഒക്കെ തരുന്ന ഒരു ആ ടൈമിലൊക്കെ നന്ദന ഭയങ്കര ഹൈപ്പിൽ എത്തിയതാ. പിന്നെ അത് വീണ്ടും ഇത് ഡൗൺ ആയി പോലെ ഫീൽ ചെയ്തു. യെസ്, പേഴ്സണൽ ഒപ്പീനിയൻ. ഈ പല രീതിയിലേക്കും അകത്ത് കണ്ട പോലെയല്ല, പുറത്തു വരുമ്പോ കുറേയേറെ തിരിച്ചറിവുകളുണ്ട്, കുറേയേറെ കാര്യങ്ങൾ മാറ്റമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ശരിക്കും അങ്ങനെ കണ്ടെങ്കിൽ എന്ത് മാറ്റം പുറത്തിറങ്ങുമ്പോ ഫീൽ ചെയ്യുന്നത് ശരിക്കും അഭിഷേകിന്? എന്ന് വെച്ചാൽ നന്ദനയിലാണോ? നന്ദനയിലും ഇപ്പൊ നന്ദന തന്നെ പറഞ്ഞ കുറെ കണ്ടസ്റ്റൻസ് അകത്ത് കണ്ട പോലെയല്ല പുറത്ത് എന്നുള്ള രീതിയിലേക്ക്. ഇപ്പൊ അഭിഷേകൻ അവിടെ കണ്ട പോലെ അല്ലായിരുന്നു, പുറത്ത് കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു നന്ദന. അതെന്താണെന്നുള്ളത് അകത്ത് ഞാൻ നന്ദനയോട് ബിഹേവ് ചെയ്തതും പുറത്ത് വന്നു കഴിഞ്ഞിട്ടുള്ള ബിഹേവിയറും വ്യത്യാസമുണ്ട്. അത് ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം അകത്ത് നമ്മളൊരു ഗെയിം അല്ലേ, അതിനകത്ത് നമ്മൾ നമ്മുടെ ഒപ്പണന്റിനെ എങ്ങനെ മാക്സിമം ഇതാക്കാന്നാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഞാൻ നിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് അത് കാണിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ ഒരു ഗെയിമിനായിട്ട് കുറെ കണ്ടന്റ്. ഇപ്പൊ ഞാനും നന്ദനയുടെ ഫൈറ്റ് വരെ ഭയങ്കര ഓർഗാനിക് ആയി സംഭവിച്ച ഒരു ഫൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി, കേസാണെങ്കിൽ കൂടി അത് സംഭവിച്ചു. കാരണം എനിക്ക് നന്ദനെ അറിയാം, നന്ദനയുടെ ഫാമിലിനെ അറിയാം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നന്ദന എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കണില്ലേ. ഇപ്പൊ ചെറിയൊരു കപ്പലിന്റെ കേസിൽ തന്നെ ആർക്കും കൊടുക്കാത്ത മനുഷ്യൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഹേർട്ടായി. മേ ബി ഞാൻ നന്ദനെ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പലപ്പോഴും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമായിരുന്നു ഈ കണ്ടസ്റ്റൻസ് തമ്മിൽ മുൻകൂട്ടിയിട്ട് അല്ല ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് പോയിട്ടുണ്ട്, ആരൊക്കെ അതിൽ പോകുന്നു എന്നുള്ള മുൻകൂട്ടി ഇവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. പലരും എന്നുള്ള ഇതിലേക്കുള്ള പ്രസ്താവനകളൊക്കെ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, എവിടേക്കോ അതിനകത്ത് പോകുന്നു എന്നുള്ള ഒരു അറിവൊക്കെ മുൻകൂട്ടി കിട്ടിയിരുന്നോ? ഇല്ല. നന്ദനയ്ക്ക് എന്നെ മനസ്സിലായിട്ടില്ല. കാരണം അന്ന് കാണുമ്പോ വേറെ രൂപമായിരുന്നുണ്ടാവും. മുമ്പ് കണ്ടിട്ടുള്ളവർ കൂടിയാണ്. ഞാനിപ്പോ ഞാൻ പൂക്കളിട്ടോണ്ടിരിക്കുന്നു, അപ്പോഴാ ചേട്ടൻ കയറി വരുന്ന ഓണത്തിന് സമയത്ത്. എനിക്ക് നല്ല ഓർമ്മയിട്ട് എവിടെ വെച്ചായിരുന്നു? എന്റെ വീട്ടിൽ വെച്ചിട്ട് അമ്മനെ കാണാൻ വേണ്ടി വന്നത് ചേട്ടനും ഈ ചേട്ടൻ അച്ഛനും കൂടിയിട്ട്. അപ്പൊ അത്ര അടുത്താണോ വീട്? ഒരു 10 മിനിറ്റ്. ഞാൻ ഇവരെ വീടൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇല്ല, അമ്മേനെ പോലും കണ്ടിട്ടില്ല. അച്ഛനെ അമ്മേനൊക്കെ പക്ഷെ നന്ദന വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓണത്തിന് പോയിട്ടുണ്ട്, പായസമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ. ശരിക്കും ഇങ്ങനെ അടുത്തുള്ളവരാണെന്ന് പറയുമ്പോ എവിടേക്കോ ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ കൂടുതൽ വരുന്നുണ്ടോ? അതായത് ഇവര് പരിചയമുള്ളവരാണ്, അവർ മുൻകൂട്ടി വരും. ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രിയിൽ വരികയാണെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാന് അത് 1 ഇയർ മുന്നേ ആയിരുന്നു ഇവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പൂനെയിലാണ് സെറ്റിൽഡ്. ഇവളുടെ നമ്പർ പോലും എന്റെ അടുത്തില്ല. ജസ്റ്റ് അന്ന് ആ വീട്ടുകാരറിയാന്നുള്ള ഒരു രീതിയിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ, ഇന്റർവ്യൂ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഭയങ്കര സീക്രട്ടീവാണ്. നമ്മുടെ അടുത്ത് ആരുടെ അടുത്തും പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ തന്നെ പറയുന്നത് ഒരു 5 ദിവസം കയറുന്നതിന് മുന്നേ. അപ്പൊ ഒബ്വിയസ്ലി നന്ദനയുടെ പിക്ചർ വരുന്നത് ഞാൻ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ്. ആ ടൈമിലാണ് ടെലിഗ്രാമിലൊക്കെ നന്ദന എന്ന് പറഞ്ഞ പിക്ചർ വന്നപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചത് അവളല്ലേ, ബാംഗ്ലൂർ മലയാളി, അത് മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അത് അവൾ തന്നെയാന്ന് പറഞ്ഞു. പക്ഷെ ഇവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇവൾക്ക് എന്റെ ഫോട്ടോ ഒന്നും കണ്ട് ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ അവളുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അവൾക്ക് മാറിയിട്ടുണ്ട് ചേട്ടൻ. വ്യക്തമായിട്ട് ഇപ്പൊ ഇരിക്കുകയാണ്. പക്ഷെ എവിടേക്കോ നന്ദൻ ഇപ്പോഴും അകത്തുണ്ടെങ്കിൽ അല്ലെ, ഫിനാലിൽ വന്നിരുന്നെങ്കിൽ നന്ദനയ്ക്ക് കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആവുന്ന ആരാന്ന് തോന്നുന്നു അഭിഷേകിനെ? നന്ദനയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള എതിരാളി ആരോ ആയിരുന്നു?
നന്ദനക്ക് ശക്തമായ എതിരാളി എന്ന് പറയില്ല. ഇപ്പൊ ബിഗ് ബോസ് ഷോയില് എനിക്ക് തോന്നുന്ന കണ്ടന്റ് വൈസ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടനും ജാസ്മിനും നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഈവൻ പിന്നെ ആരാളെ, പിന്നെ ഇപ്പൊ ലാസ്റ്റ് ടാസ്കിൽ അർജുൻ കുഴപ്പമില്ലാണ്ട്, അല്ല ഇപ്പൊ നാൾമാറട്ടൻ ടാസ്ക് അതിൽ അർജുൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ കണ്ടന്റ്, അത് സത്യമുണ്ട്, അതിന് നന്ദനയുടെ ഒപ്പമാണ്. ബാക്കി ഫുൾ വെറുതെ ഇരുന്നിട്ടേ ഉള്ളൂ അവൻ. അപ്പം ജിൻഡോ ജാസ്മിൻ അവരായിരിക്കും. നന്ദന ഫൈനലിലേക്ക് ഡിസേർവ് ചെയ്തിരുന്നു. നന്ദന ഡിസേർവ് ചെയ്തിരുന്നു, ആക്ച്വലി ഡിസേർവ് ചെയ്തിരുന്നു. നന്ദന ഇൻഡിവിജ്വലായി കളിച്ച് പോയിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ഇപ്പം ഈ സായി ആയാലും ഇത് വരുമ്പോഴാണ്, ഇപ്പം നന്ദനയുടെ ഒരു ഇന്റർവ്യൂല് നന്ദന പറയണ കേട്ടു, നീ അത് വിശ്വസിക്കുന്നില്ല, മീൻസ് നീ അങ്ങനെ വിശ്വസിക്കില്ല, നീ പുറത്തു പോകുന്നത് ഇവര് കാരണമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ വോട്ടാണല്ലോ. അപ്പം ജനങ്ങള് ഇവൾക്ക് അങ്ങനെ ജനങ്ങളുടെ വോട്ട് ചെയ്യുന്നതിന്, ആ ജനവിധി വരുന്നതിന് എവിടേക്കോ നന്ദനയുടെ എവിക്ഷനില് സായി റീസൺ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി തോന്നുന്നുണ്ട്. സായി മാത്രല്ല സിജോ എനിക്ക് റീസൺ ആയി തോന്നുന്നുണ്ട്. ഇപ്പം ആ ഒരു ഗെയിം വന്നപ്പോഴും ടിക്കറ്റ് ഫിനാലയില് നന്ദന അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവര് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നാ ഞാൻ കണ്ടേ ആ വീഡിയോയില്. മീൻസ് പെങ്ങളൂട്ടിക്ക് കൊടുക്കണം എന്നോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഒരു പോയിന്റ്. 100% എഫേർട്ട് ഇട്ടു. പക്ഷേ എന്താ പറയാ, അവരിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ ഇതൊരു ഗെയിം അല്ലേ. അപ്പം ഞാൻ നിന്നെയല്ല ഞാൻ പറയുന്നത്, അവര് രണ്ടുപേരും അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ജനങ്ങള് കാണുമ്പം അങ്ങനെയല്ലല്ലോ, ഒരു ഗെയിം എന്ന് പറയുമ്പോ എല്ലാരും വിൻ ചെയ്യാനല്ലേ കളിക്കണ്ടേ. ശരിക്കും എവിടേക്കോ ആ പറച്ചില് നന്ദന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞതില് സായും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവര് ഇല്ലില്ല, എന്നോട് ഞാൻ ആ സമയത്ത് തല്ലൂടി ഇരിക്കായിരുന്നു, അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായിരുന്നു കാരണം, അതാ പൂച്ചയ്ക്ക് പണി കേട്ടുന്ന ടാസ്ക് അവര് ഫുൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു. എന്റെ മാലയാണ്, ഞാൻ ആദ്യം മാലിട്ടത് ഞാനാണ്. എന്നിട്ട് ജാസ്മിൻ ചേച്ചിയുടെ പേര് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയി. അന്ന് ഞാൻ സംസാരിച്ചു. പിറ്റത്തെ ടാസ്ക് ഒക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ ഞാൻ അങ്ങനെ പറഞ്ഞത്, ആരും എന്നെ പഠിപ്പിക്കാൻ വേണ്ട, എനിക്ക് ടാസ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ അവരാരുടെ അടുത്തേക്ക് വരാറൊന്നുമില്ല, ടാസ്കിന് ഇന്നത് വേണം ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഞാൻ ആരുടെയും ഉപദേശം കേൾക്കാൻ പോകാറില്ല. ഞാൻ എന്തെങ്കിലും എന്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ചെയ്യും, അല്ലാണ്ട് എനിക്ക് അല്ലല്ല. നന്ദന ഇപ്പൊ ഈവൻ നമ്മളുള്ള ടാസ്ക് മുതലായാലും എനിക്കറിയാം, നീ ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടാണെങ്കിൽ ഫസ്റ്റ് കൈവെക്കുന്നത് നമ്മളുണ്ട്, ഒരു ഓർമ്മയുണ്ട്. ക്യാപ്റ്റൻസി ഞങ്ങള് അങ്ങനെ, ബിക്കോസ് നമുക്ക് ഞാനും അവിടെ നിന്നിട്ടുള്ള ടൈമിൽ ഞാൻ ഇൻഡിവിജ്വലി ഒരാളുടെയും ഗ്രൂപ്പ് ചേർന്ന് അങ്ങനെ നിന്നിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന് എന്റെ പോലെ കൈവെക്കുന്ന ഒരാൾ ഇവൾ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിസ്സംശയം അത് രണ്ടാമത് ചിന്തിക്കാതെ അഭിഷേകിനെ ആ ഉത്തരം പറയാൻ പറ്റി, ഇത് ഒരു ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുകൊണ്ടാണ് നന്ദന പുറത്തു പോയത്. തോന്നാൻ കാരണം എന്താണ്? കമന്റ്സ് വായിക്കുന്നുണ്ട്. കമന്റ്സ് ആണെങ്കിലും റിവ്യൂസും വായിക്കുമ്പോൾ ലൈക്ക് ഈ കമന്റ് ഇടുന്ന ആൾക്കാരാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയുമ്പം ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ആയപ്പോ അവർക്ക് അത് ഇഷ്ടാവാഞ്ഞിട്ടായിരിക്കും. നന്ദന ഒരു മിഡിൽ ഇപ്പൊ ശ്വേത വന്ന വീക്കിലൊക്കെ കളിച്ച ഒരു സ്ട്രോങ് വേയില് ഒരു റീല് ഞാൻ കണ്ടതായിരുന്നു. നന്ദന ബിഗിനിങ്ങിൽ മറ്റേ വിറക്കുന്ന ഒരു ഇതില്ലേ, അത് ഫ്രം ക്രിഞ്ച് ടു വെരി ഗുഡ് പെർഫോമർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവള് കേറിപ്പോയതാ. അവൾ കുറെ എലിമിനേഷൻ സർവൈവ് ചെയ്തിട്ടുണ്ട് അല്ലെ, ശരണ്യയുടെ എലിമിനേഷൻ അങ്ങനെ നല്ല സ്ട്രോങ്, ശരണ്യ സ്ട്രോങ് ആണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള തുടക്കം മുതലുള്ള കണ്ടസ്റ്റൻസിന്റെ ഒപ്പം നീ സർവൈവ് ചെയ്ത് വന്ന് ലാസ്റ്റ് ആയപ്പം അത് കുറച്ച് ഇതായിപ്പോയി. അൺഫെയർ ആയിട്ട് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. അൺഫെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ വിധി അങ്ങനെ ആയിപ്പോയി. ഈ ജനവിധികളുടെ മാറ്റാണ് ഇപ്പോ സ്വാഭാവികമായിട്ട് പലരും എവിക്ഷൻ കഴിഞ്ഞിട്ട് പൊന്നിൽ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങി കണ്ടസ്റ്റൻസ് ഒരുമിച്ച് നിന്നിരുന്നു എന്നുള്ള രീതിയിൽ കണ്ട ഒരാൾ കൂടിയാണ് നന്ദന അല്ലെ. നന്ദന സായി ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരാളാണ്. ഇത്തരത്തിൽ പുറത്താവാൻ ഒരു റീസൺ ആയിരുന്നു പറയുമ്പോൾ എവിടേക്ക് വിഷമം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ ഒരു മൊമെന്റ് ഷെയർ ചെയ്യുന്നതിലും അല്ലെങ്കിൽ പുറത്ത് കണ്ട ഒരാൾക്ക് എന്നുള്ള വീക്ഷിച്ചിരുന്നത് ഈ രീതിയിലാണ് എന്നുള്ള അഭിപ്രായത്തിനോട് എവിടെയെങ്കിലും വിയോജിപ്പുണ്ടോ? ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണല്ലോ, അത് അവർക്ക് പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കണമല്ലോ. എന്താ കാര്യം അവർ പറഞ്ഞിട്ട് ഇപ്പോൾ ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നില്ല എന്നൊന്നും പറയരുത്. നമ്മൾ അവരുടെ അഭിപ്രായം കേൾക്കണം. ഇപ്പൊ നമ്മളിപ്പോ ആ സമയത്ത് ഗെയിം കഴിഞ്ഞല്ലോ, ഞാൻ ഷോ 16 തീയതി വരെ ഉള്ളൂ, കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നമുക്ക് അവരെ കണ്ടതാണ്. ഇപ്പൊ അഭിഷേചേട്ടൻ നമുക്ക് പുറത്തിറങ്ങി കണ്ടതാണല്ലോ. നമ്മൾ അങ്ങനെ വൈരാഗ്യ ബുദ്ധി ഒന്നും വെച്ചിട്ട് അയ്യോ ഇന്നത് പറഞ്ഞു ഇന്നത് ചെയ്തു അത് കാരണം ഞാൻ പുറത്തായത് അങ്ങനെയൊന്നുമില്ല. അല്ല, അവര് പ്ലാൻ ചെയ്ത് നിന്നെ ഔട്ടാക്കിന്നല്ല നന്ദന, അവര് നിന്നെ ഇഷ്ടത്തോടെയാണ് ചെയ്തേ. പക്ഷെ അവര് പുറത്തുനിന്നുള്ള ഒരു പെർസ്പെക്ടീവില് വരുമ്പോ അല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഇത് പറയുന്നത് എനിക്ക് ഫീൽ, ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഈ പലപ്പോഴും എവിക്ഷന്റെ കാര്യത്തില് കാലിന്റെ പക്ഷെ എല്ലാം അറിയാം. ഈ ഹൈലൈറ്റ്സും അല്ലെ അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കണ്ടു, റിവ്യൂസ് കാണാറുണ്ട്, കമന്റ്സ് ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ പലപ്പോഴും എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞ് ഈ പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇവര് ഔട്ടായി എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തായിരിക്കും തിരിച്ചു വരുന്നത് അല്ലെ. നോറയുടെ കാര്യത്തിൽ അങ്ങനെ കണ്ടതാണ്. പക്ഷെ എവിടേക്ക് പുറത്തു പോയപ്പോഴും നന്ദനയ്ക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോകും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും റീ എൻട്രി ഇല്ല.
പുറത്തായി ഒരു പ്രതീക്ഷ എവിടേക്കോ തോന്നിയില്ലേ? സീക്രട്ട് റൂം അത് ലാസ്റ്റ് തന്നെ ഞാൻ ഉറച്ചു പോയി അങ്ങനെ റൂം ഉണ്ടായിരുന്നില്ല, ഞാൻ അത് വിട്ടു. പറയണ്ടായിരുന്നു സീക്രട്ട് റൂമിന്റെ ഒക്കെ കാര്യം നമ്മൾ പറയണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് എന്നെ ഒന്നും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോയി ഞാൻ പൊളിച്ചെടുക്കില്ലേ വന്നിട്ട്. പിന്നെ ഈ ശരിക്കും നിന്നുള്ള രീതിയിലേക്ക് ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ മുമ്പ് തന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ജിൻഡോ ഗബ്രി എന്നുള്ള രീതിയിലേക്ക് രണ്ടുപേരുടെയും സംസാരത്തെ കുറിച്ചിട്ടും അല്ലെ പരാമർശം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് പുറത്തു പോയി തിരിച്ചു കൊണ്ടുവരുന്നു. എവിടേക്കോ ഈ എവിക്ഷൻ പ്രക്രിയയിൽ ചില കണ്ടസ്റ്റന്റോട് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളത്. അത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വിധം ഇവരോട് ഒരു ഫാവറിസം കാണിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ ചില കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവരെ എവിക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ വരെ അങ്ങനെ കൊണ്ടുപോയി, എന്നാൽ അങ്ങനെ ഇപ്പൊ ആവുന്നില്ല എന്നുകൊണ്ട് തിരിച്ചു റീ എൻട്രി കൊണ്ടിരുന്നു. ഇത് ചില കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ക്രൂ മെമ്പേഴ്സ് കാണിക്കുന്ന ഒരു താല്പര്യമായിട്ട് തോന്നുന്നുണ്ടോ? അഭിഷേകിന് പറയാനുണ്ട് തോന്നുന്നു. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ശരണ്യയുടെ കേസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ശരണ്യ അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷൻ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 0 കോൺട്രിബ്യൂഷൻ ആണ്. ശരണ്യ അങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്റെ ഒപ്പീനിയൻ ആണ്. പുറത്ത് വോട്ടിന്റെ മാത്രല്ല, ഒരു ശരണ്യയും ജാൻമുനിയും എലിമിനേറ്റ് ആയ ഒരു എപ്പിസോഡില് അവരെ തിരിച്ചു വന്നിട്ട് നെക്സ്റ്റ് വീക്ക് ഒരാളെ മാത്രമായി ജാൻമുനീനെ മാത്രം ആ ഒരു എനിക്ക് കുറച്ച് എവിടെയൊക്കെയോ ഒരു ചിലപ്പം അറിയില്ല, നമുക്ക് വോട്ടിങ്ങിന്റെ ഇത് അറിയില്ല. എനിക്ക് വോട്ടിങ്ങിന്റെ ഒരു ഇതായിട്ട് തോന്നുന്നത്, കാരണം വോട്ട് കുറഞ്ഞ ആൾക്കാർക്കാവൂലോ. അല്ല, പക്ഷെ രണ്ടുപേരെ പുറത്താക്കി പിന്നെ അതൊന്നും ഒരാൾ വന്നപ്പോ ഒരു അങ്ങനെ ഒരു ഫീൽ. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു. നോറന് പുറത്തു പോയി ആയി സീക്രട്ട് റൂമിലിരുന്നു, വീണ്ടും റീ എൻട്രി ആയിരുന്നു. അവിടെ കൃത്യമായിട്ട് ഒരാളെ എവിക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു മുൻവിധിയില് അതൊരു കാരണമായോ തോന്നുന്നുണ്ടോ നന്ദനയുടെ പുറത്താവല്? ഇല്ല ചേട്ടാ, നമുക്ക് എവിക്ഷൻ ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടിയിരുന്നു. ഒരാളെ പോവുള്ളൂ ഈ പ്രാവശ്യം, അത് കഴിഞ്ഞ് പണപ്പെട്ടി എടുക്കും, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ പോവാണെങ്കിൽ തന്നെ പിന്നെ നോർമലി ഞാനാവും പോവാ. അവർക്ക് നോറേസിക്കൊക്കെ സപ്പോർട്ട് നമ്മൾ പുറത്തുനിന്ന് കണ്ടൊരു വ്യക്തിയാണല്ലോ, ചേട്ടൻ അറിയാലോ, നോറേസിക്കൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ പുറത്ത്. അപ്പൊ പിന്നെ പക്ഷേ ഈ ഒരു ടൈം ഗ്യാപ്പിൽ ഒരാൾ എന്തായാലും എവിക്ഷൻ നടക്കണം, എവിക്റ്റ് ആവണം എന്നുള്ളതുണ്ട്. അത് ആയിട്ടില്ല. സതു റീസൺ ആയോ നന്ദനയ്ക്ക് പുറത്തു പോവാൻ, നിർബന്ധിതമായിട്ട് പോകണം അങ്ങനെ തോന്നുന്നുണ്ടോ? നോറ പുറത്തു പോകാതിരുന്നുകൊണ്ടാണ്? ഇല്ല, എവിടേക്കോ വന്നിരുന്നതിൽ ഇപ്പൊ കുറെ കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് മറ്റേ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് രണ്ടാമത് ചിന്തിക്കാത്ത ഉത്തരങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ വന്നപ്പോ. ആണ് കൃത്യമായിട്ട്, അതായത് നന്ദനയ്ക്ക് ഓൾറെഡി കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, അകത്തുള്ള കാഴ്ചകളും ഇത് ഇങ്ങനെയാണെന്നുള്ളൊരു വസ്തുത എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതൊന്നല്ല എന്നുള്ള പൊളിച്ചെഴുതാണ് അഭിഷേക് എന്ന് പറയണേ. അപ്പൊ ഇത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റിനൊപ്പം നിൽക്കുന്നു, ഞാൻ കണ്ട വിശ്വസിച്ച കാര്യങ്ങളിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? എന്ത് കൺഫ്യൂഷൻ? ഒരിക്കലും ഇല്ല, ഞാൻ കറക്റ്റ് പറയാൻ സോ എവിടേക്കോ ബിഗ് ബോസിൽ അകത്തിരുന്ന പോലെ പുറത്തു വരുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചറിവ് വന്നോടുണ്ട് അഭിഷേകിന് അല്ലെ? കുറെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ പെയിനും ഉണ്ട് ആ രീതിയിൽ. പക്ഷെ എവിടേക്കോ പല കണ്ടസ്റ്റൻസും ഈ തുറന്നു പറയുന്ന പോലെ അഭിഷേകിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പ്രസ്താവനകളോ രീതികളൊന്നും വന്നിട്ടില്ല. ഒരു പക്ഷെ ക്രൂവിനെ കുറിച്ചിട്ടായിരിക്കില്ല, കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് അഭിഷേകിന്? അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പം ഇപ്പൊ ഞാനും നന്ദനയുടെ കോൺവെർസേഷൻ ആണെങ്കിൽ എനിക്ക് നന്ദനെ കാണാൻ പറ്റുള്ളൂ, പക്ഷെ മാറുന്ന ബാക്കി എന്താ പറയുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റില്ലല്ലോ. അത് വീട്ടിൽ വന്നപ്പോ പല കണ്ടസ്റ്റൻസ് പറയുന്നത് കേട്ട് ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ട്രൂ നേച്ചർ അല്ലല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിക്കും അവിടെ ഇപ്പൊ വ്യക്തിയായിട്ട് നിൽക്കാതെ അവനവനായി നിൽക്കാതെ ചില ഗെയിം പാറ്റേണിന്റെ ഭാഗമായിട്ട് അല്ലെ, ഒരു മൈൻഡ് ഗെയിമിന്റെ ഭാഗമായിട്ട് തമ്മിൽ തല്ലിപ്പിക്കലുണ്ടാവാം, ഇതിലിടയ്ക്ക് ഇടപെടലുണ്ടാവാം, മുതലെടുക്കലുണ്ടായിരിക്കും അല്ലെ? ശരിക്കും അത് അവിടെയുള്ള ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ചിന്തിക്കേണ്ടത്, അതൊരു വ്യക്തി രീതിയിൽ സ്വഭാവമായിട്ട് അങ്ങനെ കാണുന്നുണ്ടോ അഭിഷേക്? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ ഒരു ഫേക്ക് ആയിട്ടൊരു കണ്ടന്റിന് വേണ്ടി ഒന്നും ചെയ്യില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ ഗെയിം പ്ലാന്റെ ഇതുപോലെ ഇരിക്കും. എനിക്ക് ഈവൻ തോന്നുന്നു നന്ദനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഈ കൃത്യമായിട്ട് ഈ അഭിപ്രായങ്ങൾ പറയുന്നതിൽ കൂടി നമ്മൾ കുറെ ഉത്തരങ്ങളിൽ ഒതുങ്ങുന്നതല്ല, അതിനേക്കാൾ അപ്പുറം നമ്മൾ കാണിക്കുന്ന ആക്ഷൻസിലൂടെ അതിന്റെ ഭാഗമാണെന്നുള്ളത് പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഏറ്റെടുക്കരുത്. അങ്ങനെ എത്തരത്തിലെ രീതിയിൽ ബോധപൂർവം അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടോ അഭിഷേകിന്? ആര്? എനിക്ക് ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ആക്ഷൻസ് അല്ല, ഇവള് വന്നപ്പം എന്റെ കെട്ടിക്കഴിഞ്ഞ അടിക്കടി എന്റെ വീട്ടിൽ പോയി സീനൊക്കെ ഉണ്ടാവുന്നില്ലേ? ഞങ്ങളുടെ ആണോ പറയുന്നത്? അതെ, ഞങ്ങളുടെ ഫൈറ്റോ? നിങ്ങളുടെ ഫൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? ഇല്ല, നന്ദന അങ്ങനെയാണ്, അതെനിക്കറിയാം. ഇല്ല, നന്ദനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
അഭിഷേകിനെ വേറെ ഏതാണ് അത്തരത്തില് അവനവനല്ലാതെ മാറി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ പിന്നീട് റിക്രൂട്ട് ചെയ്തതിൽ? എനിക്കോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. ശരിക്കും അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണോ ഒരു പക്ഷെ പെട്ടെന്ന് എവിക്ഷൻ വേണ്ടി വന്നത്? എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം ഞാൻ എവിക്റ്റ് ആയിട്ടുള്ള വീഡിയോന്റെ കമന്റ്സ് നോക്കുമ്പോൾ അൺഫെയർ എവിക്ഷൻ റസ്മിൻ ആയിരുന്നു പോണ്ടേ, അല്ലെങ്കിൽ അന്ന് നന്ദനയുടെ പേര് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ, ആ ഒരു ഇതില് മുമ്പ് പോകേണ്ടത് ആ ഒരു വീക്കിൽ കേട്ടോ. ബിക്കോസ് അന്ന് ഞാൻ പറയുന്നല്ലേ കമന്റ്സിനെ കുറിച്ച് പറയുന്നേ അല്ല, അത് കണ്ടപ്പം അതും ഒരു കമന്റ് അല്ല, കുറെ അൺഫെയർ എവിക്ഷൻ കമന്റ്സ് ഞാൻ കണ്ടപ്പം എനിക്കൊരു കുറച്ച് ഇതായി. മേ ബി ഈ ഷോ എന്ന് പറയുന്നത് ഓവറായി കണ്ടന്റ് ഇടൽ മാത്രമല്ല, ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് പ്രേക്ഷകരെ അസസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അപ്പം നമ്മുടെ ബിഹേവിയർ അവർക്ക് ഇഷ്ടമായി അങ്ങനെ നിൽക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം പുറത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി. ഇപ്പൊ നന്ദനയുടെ എന്റെയും ഫൈറ്റിൽ ഞാൻ വിചാരിച്ച പുറത്ത് നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ആ കമന്റ് നോക്കുമ്പോൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിരുന്നു, എസ്പെഷ്യലി എനിക്ക്. അപ്പൊ അവിടെ പോയില്ലേ അല്ല, നമ്മുടെ വീട്ടിൽ അവിടെ നിൽക്കുമ്പോ എല്ലാരും പറയുന്നത്, ഇപ്പൊ നോറയായാലും പറയുന്നത് എന്നെയാണ് പറയാം. ആ ഒരു ഫൈറ്റിൽ തന്നെ ഞാൻ ഇവളെ അടിക്കുന്നു പറഞ്ഞു പറയാം. പക്ഷെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ചെകിളിച്ച് പൊടിക്കുന്ന പറയുന്നത് ഇവളാണ്. അപ്പൊ എടി ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക, മറന്നു കുറെ കാര്യങ്ങള്. ആ ഒരു ടൈമിൽ എനിക്ക് എന്റെ എവിക്ഷൻ കമന്റ്സ് വന്നപ്പം ഒരു അൺഫെയർ ആയിട്ട് തോന്നി. യെസ്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. രണ്ടുപേർക്കും ഒരു ബോർഡ് തരും. അപ്പോ യെസ് ഓ നോ പറയാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. സോ രണ്ട് കാർഡ് നിങ്ങൾക്ക് എത്തുകയാണ്. ഇവിടെ യെസ്സും ഉണ്ട് നോയും ഉണ്ട്. റെഡി? പിടിച്ചോളൂ. മിഡിൽ പിടിക്കാം അല്ലേ? സോ അപ്പൊ ഇനി മെല്ലെ മെല്ലെ അല്ല ഫിനാലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് അവിടെ ഉണ്ട്. ചിലർക്ക് ഇനിയും വീഴും, ചിലർ വാഴും. സോ ആ ഫിനാലിൽ ആരായിരിക്കും ഉണ്ടാവുക എന്നുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേര് പറയും. അവർ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യെസ് പറയണം. പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് ആവരുത്, നേരെ ആയിരിക്കണം. ഇതിലൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ പറയണ്ടേ, അതോ നമുക്ക് അറിയുന്ന നമുക്ക് തോന്നുന്ന രീതിയിലേക്ക്? അതിപ്പോ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ അകത്ത് ഒപ്പം കളിച്ചുള്ള സഹമത്സരാർത്ഥി നിലയിലും പുറമെന്ന് കാണുന്ന അല്ലെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അവനവനെ രീതിയിലേക്ക് വിലയിരുത്താം. റെഡി? അപ്പൊ യെസും നോയും കയ്യിലുണ്ടല്ലോ? യെസ്. സോ ഫിനാലെ ഉണ്ടാവും. ഇതിപ്പോ പറയുന്ന പേരുകൾ എല്ലാവരും ഫിനാലെ ഉണ്ടെങ്കിൽ യെസ് പറയണം, അവരെത്തില്ല എന്നുണ്ടെങ്കിൽ നോ പറയണം. അതാണ് വേണ്ടത്. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആവുന്നല്ലേ ഇതിപ്പോ? ഇതിനാണോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ചാടി കയറി പറയുന്നു പറഞ്ഞത്? എന്റെ സാധനം പോണേ കറക്റ്റായിട്ട് പോണം ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ഉണ്ടാവും. യെസ്. ഇവിടെ നോയാണ് അഭിഷേകിന്. ജിൻഡോ ഉണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. ഇല്ല. ജാസ്മിൻ ഉണ്ട്. ശരിക്കും അതിന്റെ സൈഡിൽ കാറ്റ് കുറവ് കിട്ടുന്നുണ്ട്. യെസ്. അർജുൻ അവിടെ നോ തിരിയുന്നു, അവിടെ യെസ്സിൽ തന്നെ നിൽക്കുകയാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, കണ്ടന്റ് കൊടുക്കുന്നതിൽ വെച്ച് അർജുൻ കുറവാണ്. പക്ഷെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ നോക്കുമ്പോൾ നല്ല വോട്ട്സും നല്ല സപ്പോർട്ടും വോട്ടിങ്ങും കൂടെ. അതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യമില്ല, ഞാൻ എന്റെ ഉള്ളിലത്തെ കാര്യം എത്തില്ല. നോറ ഡിഫിക്കൽട്ട് ആണല്ലോ. അഭിഷേകിന് കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ആദ്യമേ എത്തില്ല. ഓക്കെ. ശ്രീതു കണ്ടില്ല, സൂം ചെയ്ത് നോക്കി കേട്ടാ, കണ്ടില്ല. ഏതാണ്? ഇല്ല. എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം നന്നായിട്ടുണ്ട് ചേട്ടാ. ഞാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ മിന്നി വെള്ളം കുടിക്കും ചിലപ്പോ. പറയട്ടെ, ശ്രീദേശ് എന്ന് പറയണത് ഒരു കണ്ടന്റ് അങ്ങനെ കൊടുക്കുക. കണ്ടന്റ് വെച്ചാൽ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു ആള്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അർജുജനാണെങ്കിൽ അർജുജനോട് മാത്രം കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ, ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വരും. പക്ഷെ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു സ്പേസ്, ആൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് കഴിഞ്ഞാൽ ആള് ആരോടത്തും എടുത്തടിച്ച് പറയുന്നില്ല. ആളുടെ ക്യാരക്ടർ ആവും അത് ചിലപ്പോ. പക്ഷെ ആളൊരു ഇങ്ങനെ സേഫ് ഗെയിം കളിക്കണ പോലെ എനിക്ക് തോന്നി. പറഞ്ഞോ? ഓൾമോസ്റ്റ് സെയിം ഒപ്പീനിയൻ. ആള് ഭയങ്കരമായിട്ട് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു കോംബോ വെച്ച് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അതും ആ കോംബോ എനിക്ക് ഫീൽ ചെയ്തേ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലേ, അത് പുറത്ത് കുറച്ച് ലവ് ട്രാക്ക് പോലെ
ഈ പുറമെ ഇതുവരെയുള്ള എവിക്ഷൻ നടന്നതിൽ ഇപ്പൊ യെസ് നോ മാറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പോയവരിൽ ഒരു 2 പേർ ഇവര് ഫിനാലിലേക്ക് ഡിസേർവ് ചെയ്തിരുന്നു സീറ്റ് എന്ന് തോന്നുന്ന 2 പേര് ആരാ? ഒന്ന് രണ്ടുപേരും പറയാൻ പറ്റില്ല. അപ്സരേച്ചി. Of course. ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞിട്ട് അഭിഷേകിന്റെ പേരാ പറയുന്നത്. അഭിഷേക് ആ പ്രതീക്ഷ അതില്ലേ, അതാണ് ഞാൻ പ്രതീക്ഷിപ്പിക്കും. ഞാൻ എന്നിട്ട് അവനെയും കൊതിപ്പിച്ച് കടന്നോളാം. അപ്സരേച്ചി. പിന്നെ ഗബ്രി ചേട്ടൻ പുറത്തു പോയി. ശരിക്കും എവിടെയോ ഒരുമിച്ച് നിന്ന് കളിച്ചുകൊണ്ടായിരുന്നോ തോന്നുന്നുണ്ടോ? ഇൻഡിവിജ്വലായി കളിക്കായിരുന്നു. ഇൻഡിവിജ്വലായി കളിച്ച ആള് അടിപൊളിയായിരുന്നു. ആള് ഗെയിമും കാര്യങ്ങളൊക്കെ പക്കാള് ശ്രദ്ധിച്ചു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഫുള്ളും ആള് നല്ല ഗെയിമറാ. അതുപോലെ അപ്സരേച്ചും അതെ, പറയേണ്ട സാധനങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഔട്ടായി പോയപ്പോ ഞാൻ ചോദിച്ചു എന്താ കഥ? അപ്പോഴാണ് എന്റെ കിളിയൊക്കെ ആദ്യം പറഞ്ഞത് അപ്സരേച്ചിയോ? അപ്സരേച്ച് ഒരിക്കലും ചേട്ടൻ വിചാരിച്ചിരുന്നോ? ഒരിക്കലും ഞങ്ങൾ ടോപ്പ് 5 എന്ന് പറയുമ്പോ അപ്സരേച്ചിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അപ്സരേച്ച് എന്താ കാരണം നമുക്കറിയില്ല. അഭിഷേകനാണെങ്കിലോ? നീ ആരോട് പറഞ്ഞ അപ്സര കൂടെ? ഗബ്രി ഒരാളാണ്. പക്ഷെ ഗബ്രി അടിപൊളി ഗെയിമറാ. ഏത് ടാസ്ക് വന്നാലും ഏറ്റവും മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഗെയിമറാ. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്പ്ലിറ്റ്സ് വില്ലിയോ റോഡീസ് പോലെ ഒരു ഗെയിമോ ടാസ്കോന്റെ ഗെയിം അല്ല. ഇതൊരു നമ്മുടെ ബിഹേവിയർ വെച്ച് അസസ് ചെയ്യുന്ന ഗെയിം ആയതുകൊണ്ട് അവന്റെ ഒരു കോംബോ വർക്ക്ഔട്ട് ആയില്ല. ഭയങ്കര ഫേക്ക് ആയിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിയത് കൊണ്ട് അവൻ പുറത്തായി. പക്ഷെ ആസ് എ ഗെയിമർ നല്ല ഗെയിമറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്സര, വേറെ ആരൊക്കെ എലിമിനേറ്റ് ആയിട്ടുള്ള എനിക്ക് കളക്ട് ചെയ്യാൻ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നിന്നിരുന്നു എന്ന് പറയുമ്പോഴും നമുക്കൊരു കോംബോ ഇപ്പൊ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അവനവന്റെ ഗെയിം അല്ലെങ്കിൽ അവനവന്റെ വ്യക്തിത്വം ശരിക്കും അവിടെ കാണിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പിന്നെ എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ആയി കളിച്ചിരുന്നെങ്കിൽ നിന്നിരുന്നെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം ശരിക്കും? ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പുറത്തുനിന്ന് നമ്മൾ കണ്ട വ്യക്തിയാണല്ലോ. അവരവിടെ പുറത്ത് മീൻസ് കൈപിടിച്ചും കാര്യങ്ങൾ എന്ത് സംസാരിക്കണം. ജാസ്മിൻ ചേച്ചിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ഗബ്രി ചേട്ടൻ പറയും, ഗബ്രി ചേട്ടൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ജാസ്മിൻ ചേച്ചി പറയും. അതൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ മുഖത്ത് നോക്കി, നമ്മൾ ആരുടെ മുഖത്ത് നോക്കി പറയേണ്ടത് അവനവും പറയണം. അല്ലാണ്ട് ചേട്ടൻ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ? ഗബ്രി ചേട്ടൻ എന്തെങ്കിലും പറയുന്നത് സാരിയുടെ തുമ്പത്തിന്റെ അപ്പൊ പറഞ്ഞാൽ അതങ്ങനെ തോന്നി നമുക്ക്. അതുകൊണ്ടാണല്ലോ നമ്മളത് പറയുന്നത്. കാര്യം മുഖത്ത് നോക്കി നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോഴേ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന. ഇപ്പൊ ഞാൻ ജാസ്മിന്റെ സാരിത്തുമ്പ് എന്ന് പറഞ്ഞപ്പം അവിടെ ഗബ്രിക്ക് എതിരെ നിന്ന പറഞ്ഞവര് പോലും എനിക്കെതിരെയായി. ആ ഒരു ടൈമിൽ ആ വീട് മൊത്തം എന്റെ അഗെയിൻസ്റ്റ് ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പുറത്ത് ഭയങ്കര നീ ആയില്ല, നമ്മള് ചപ്പാത്തി പരത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മള് വിചാരിച്ചു ഇതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ നേരില്ല. ഈ ഗബ്രീനെ മുന്നേ തന്നെ മാറുന്ന കുറ്റം പറയുന്നവർ ആ സമയത്ത് എല്ലാവരും ഈ ഋഷി വരെ എനിക്കെതിരെ സംസാരിച്ച ഒരു ടൈം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ്. പക്ഷെ പുറത്ത് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുറത്ത് ഭയങ്കര ആഘോഷമായി ജാസ്മിന്റെ സാരിത്തുമ്പ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഹിറ്റായി. അപ്പൊ നമ്മൾ ഉള്ളിൽ വിചാരിക്കുന്ന പോലെ അല്ല പുറത്തുള്ള കുറെ ഒപ്പീനിയൻസും. ഫൈനലി രണ്ടുപേരോട് പറഞ്ഞ് നമുക്ക് ഫിനാലിലേക്ക് വരുമോ എന്നുള്ളത് ചോദിക്കാം. സോ സിജോ, ഇത് രണ്ടും നിൽക്കുന്നത് സ്നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, സി എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നോ. പക്ഷെ ജനങ്ങളായി തോന്നുന്നു എത്തിക്കും എന്ന് തോന്നുന്നു. ജാസ്മിൻ ചോദിച്ചു, ജിൻഡോ പറഞ്ഞില്ലേ ശ്രദ്ധ പോകുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. രണ്ടുപേരും ഒരുമിച്ചുള്ള എനിക്ക് താങ്ക്സ് പറയണം, നന്ദന പറയണം. അതിനേക്കുപരി നാട്ടിലുണ്ടായിട്ട് കാണാൻ പറ്റാതെ എറണാകുളത്ത് വരെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത അല്ലേ, എന്നിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതിന് എനിക്കും രണ്ടുപേരും താങ്ക്സ് പറയേണ്ടിയിരിക്കുന്നു. ഇത് കഴിഞ്ഞൊരു ട്രീറ്റ് ഒക്കെ വേണമെങ്കിൽ വളരെ നന്ദിയുണ്ട് ചേട്ടാ. തൃശ്ശൂർ നമ്മൾ കൂടുമ്പോൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ട്. തൃശ്ശൂർക്കാരനാണോ? എവിടെ തൃശ്ശൂർ വീട്? എവിടെ? ഗുരുവായൂർ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. തൊട്ടക്കുറിയാണ് എടുക്കുന്നത്. അതെ, രാവിലെ തൊട്ട് ഒരു ഓർക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കൂടി പോയിട്ടില്ല. അതല്ലേ? അതെ, ഗുരുവായൂരപ്പൻ എന്റെ ഇഷ്ടമായോണ്ടാവും കുറി അവിടെ ഇരുന്നോട്ടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷെ അപൂർവമായിട്ടായിരിക്കില്ല ബിഗ് ബോസ് എടുത്തതില് വീട് തൊട്ടടുത്തുള്ള വീടുകൾ രണ്ടുപേരും അല്ലെ സെയിം സീസണിൽ തന്നെ വരുന്നു. രതീഷേട്ടനാണെങ്കിലും പോകുന്നുണ്ട്. രതീഷേട്ടന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ഓർമ്മയും കൂടിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, നിന്നോട് 3 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. രതീഷേട്ടൻ വന്ന് പറയണു, അഭിഷേക് വന്ന് ചോദിക്കണു, നാട്ടിലെ വെളിച്ചപ്പാടാണോ? എന്തോ എന്റെ ഇഷ്ടമാണ് എല്ലാവർക്കും തന്നെ. ഫേമസ് ആണ്, നാട്ടില് താരമാണ്. നാട്ടില് ഫേമസ് അല്ലേ? അതെന്താ നാട്ടിലെ ഫേമസ് അല്ല, ഒരു ഷോപ്പിന്റെ മെയിൻ ഇതിലല്ലേ കൗണ്ടറിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ കാണുമായിരിക്കും. ബിഗ് ബോസ് പോയോണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ ജയിച്ചു പോയത്. നമ്മുടെ സുരേഷ് ജയിച്ചിട്ടില്ല, അത് മതി.
തൃശ്ശൂർ അങ്ങോട്ട് കൊടുത്തു ഞാൻ അങ്ങോട്ട്. അതെ അവസാനം അല്ലേ? ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ആ ചേട്ടന് കൊടുത്തു. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. Okay. ഇത്ര നേരം എന്നെ സഹിച്ചതിനും എല്ലാത്തിനും അഭിഷേക് ചേട്ടനും സഹിക്കണ്ടാവുന്നില്ല, ഞാൻ കൂടുതൽ സഹിക്കണ്ടാവും. ഓക്കെ ഏട്ടാ, ബൈ ബൈ.